Hello. Hello. Welcome back to Adra Sumit YouTube channel. Okay. So ഇന്ന് ഞങ്ങളൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇത് ഞാൻ റീസെൻ്റ്ലി തെമുവിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്ന് മക്കളാണ് ഇൻട്രോ പറഞ്ഞത്. ഇത് മോൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ടയർഡായി. ഇത് ലേറ്റ് നൈറ്റ് അന്നാണ് എനിക്കിത് ബർത്ത്ഡേയുടെ അന്നാണ് എനിക്ക് ഗിഫ്റ്റ് അല്ല ഈ ഐറ്റംസ് കൊറിയർ വന്നത്. അപ്പോൾ അന്ന് രാത്രി തന്നെ എടുക്കാമെന്ന് വെച്ചാൽ ഞങ്ങളിത് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇത് ഭയങ്കര ആഘോഷമായിട്ടാണ് ഞങ്ങൾ പൊട്ടിക്കൽ ചടങ്ങ് നടത്തുന്നത്. എനിവേ വളരെ കുറച്ച് ചീപ്പായിട്ടുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിയുള്ളൂ. മെയിനായിട്ടൊരു മെറ്റേണിറ്റി പില്ലോ ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ കുറച്ച് വളരെ ചീപ്പായിട്ടുള്ള 3-4 ഐറ്റംസ് വാങ്ങി. ഇത് നമ്മുടെ വോളൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ്. വാഷ്റൂമിൻ്റെയോ അല്ലെങ്കിൽ കിച്ചണിലെ എവിടെ വേണമെങ്കിലും നമുക്ക് ഈസിലി നമ്മുടെ കയ്യിൽ പിടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ബ്രഷാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഹാൻഡിൽ അത് പൊട്ടിപ്പോയി. പക്ഷെ നല്ല പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ. ബെസ്റ്റ് ക്വാളിറ്റി പാക്കിംഗ് ആയിരുന്നു. പക്ഷെ എന്തോ അതങ്ങനെ പറ്റിപ്പോയി. ഇത് മോക്ക് ഞാനൊരു 5 പെയർ സോക്സ് വാങ്ങിയതാണ്. അത് വളരെ കുറച്ച് 300 ഫീൽസ് എന്തോ ആയിട്ടുള്ളൂ. കുവൈറ്റ് ഫീൽസേ ആയിട്ടുള്ളൂ. വളരെ ചീപ്പാണ്. പിന്നെ ഇതൊരു എക്സ്റ്റൻഷനാണ്, നമ്മുടെ ഇന്നേഴ്സിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇപ്പോൾ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതും ഒരു 250 ഫീൽസ് എന്ന് പറയുമ്പം നാട്ടിലെ ഒരു 50-60 റുപ്പീസ് അത്രേ ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിയത് ഇത് നമ്മുടെ ബേബി ഹെയർസൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹെയർ കോംബ് ചെയ്ത് കഴിഞ്ഞിട്ട് കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ബേബി ഹെയർ പൊങ്ങിയിരിക്കുമല്ലോ, അതിനെ ഒന്ന് സോഫ്റ്റാക്കി ഒന്ന് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബ്രഷാണ്. നമ്മുടെ മസ്കാര ബ്രഷൊക്കെ പോലെ ഇരിക്കും. ഇതും ഒരു ഓയിൽ സ്പ്രെയർ ആണ്. അതായത് എയർ ഫ്രയറിലൊക്കെ നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന ടൈമിൽ ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ് ബ്രഷ് യൂസ് ചെയ്യുന്നതിനേക്കാളും. അപ്പം അതുപോലെ ഇതും വളരെ നാട്ടിലെ ഒരു 50 റുപ്പീസ്, അതായത് ഇവിടുത്തെ ഒരു 200-നും 300-നും ഇടയ്ക്ക് വരുന്ന അത്രേ റേറ്റേ ഉള്ളൂ. ഭയങ്കര ചീപ്പായിരുന്നു. ബാക്കിയെല്ലാം എനിക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. ഇത് മെറ്റേണിറ്റി പില്ലോ ആണ്. ഇതും ഞാൻ വിചാരിച്ചു ഇതെന്താ ഇതിങ്ങനെയെന്ന്. ഞാൻ വിചാരിച്ചു ഇത് ഫ്ലോപ്പാണോ എന്ന്. എനിവേ ഇത് ട്രൈ ചെയ്യുകയാണ്. മക്കൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്നേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് അവർക്കായിരുന്നു. 2 പേരും അതിനകത്ത് തന്നെ കയറി കിടക്കുമായിരുന്നു. ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. ഇത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാണ്, ബെസ്റ്റാണ്. ഇതിൽ കിടക്കുമ്പോൾ റിയലി നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടബിളായിട്ട് ഫീലാവും. അതായത് എനിക്ക് ഉറക്കം ഭയങ്കര ഡിസ്റ്റർബാണിപ്പോൾ. പക്ഷേ ഈ പില്ലോ യൂസ് ചെയ്യുന്നതിന് ശേഷം നല്ല ഫാർ ബെറ്ററായി. ഒരു 80% എൻ്റെ ഉറക്കം ഓക്കെ ആയി. പിന്നെ ചെറിയ നമുക്ക് ഫിസിക്കലി ബുദ്ധിമുട്ടുകളുള്ളപ്പോൾ ഉള്ള പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഈ പില്ലോ ഒത്തിരി ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പക്ഷേ എനിക്കിത് കിട്ടാറില്ല, അതാണ് സത്യം.